എന്താണ് പറ്റിയത്? ഒന്ന് വേഗം നടക്കാനേ. എന്ത് ആനക്കൊരു വല്ലായ്മ? അല്ല, എനിക്ക് കമ്പനിക്കുട്ടി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിന്റെ എല്ലാ പരിഹാരം ഞാൻ തീർത്തു തരാം. നിന്റെ ആഗ്രഹങ്ങളെല്ലാം, നീ വിചാരിച്ച ആഗ്രഹങ്ങളെല്ലാം തീർത്തു തരാം. 5000 രൂപ ദക്ഷിണ വെക്കുക. എന്നും ചെയ്യരുത്. ആയി കുട്ടി, ഇത് പറഞ്ഞ കാശ് തീരല്ലോ. അങ്ങനെ വെച്ചോടാ. എന്തിനാ ഈ പിശക്കത്തര കാട്ടുക? അതല്ല, അമ്മണിക്കുട്ടി കിട്ടാൻ ഞാൻ എത്ര വേണം കാശ് വേണ്ടത്? ഞാൻ നോക്കട്ടെ. കത്തിയിൽ ഒരക്കത്തമ്മം തന്ന ഈശ്വരാരാധയനരാധി സൗഖ്യാവിൻ ശുക്രൻ അച്ചിയാണ്. ശുക്രൻ അച്ചി ശുക്ര അച്ചിയില. അപ്പം പരിഹാരങ്ങൾ ഞാൻ തീർത്തു തരാം. പരിഹാരങ്ങൾ പരിഹാരം അന്റെ ശുക്രൻ ഇതിൽ പോയി മാറി. അന്റെ ശുക്രൻ മാറി. ശുക്രൻ മാറിയ നിന്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു. അപ്പോൾ എനിക്ക് അമ്മണിക്കുട്ടി കിട്ടുമോ? അമ്മണിക്കുട്ടി കിട്ടും. അത് കിട്ടിയ തീർച്ചയായിട്ടും. എൻ്റെ ആഗ്രഹങ്ങൾ തീർന്നെന്നുണ്ടെങ്കിൽ 3 കഷ്ണം ആനവാലിൻ്റെ കഷ്ണമാണ്. അത് കിട്ടിയാൽ അതിനൊരു മോതിരം ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണ്ടകശനിയോ മാറ്റിച്ചാൽ പോലെ കണ്ടകശനി മാറ്റില്ലേ? അപ്പോൾ അമ്മണിക്കുട്ടി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് കൂടെ. നിന്റെ എല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാം വളരെ ഭംഗിയായി നടക്കും. സന്തോഷമായി. ഓൻ്റെ കണ്ടകശ ചെയ്ത് തരുന്നില്ലെങ്കിൽ എൻ്റെ കണ്ടകശ ചെയ്ത് തരുന്നത് അടിച്ചാൽ താങ്ങ മാട്ടെ. 4 മാസത്തോന്ന് മാട്ടെ. വേറെ വീട്ടിൽ പോയി കയറി മാട്ടെ. ആന മന്ദബുദ്ധി ചെക്കനല്ല വരുന്നത്. ഓനെ വന്നു കഴിഞ്ഞാൽ നമ്മള് കുടുങ്ങി. ഓന് 100,000 സംശയം ഉണ്ടാവും. പോയ സ്ഥലത്ത് മുഴുവൻ വന്നു കഴിഞ്ഞ് ഈ ആനനെ പറ്റി സംശയത്തോടെ സംശയമാണോ? എനിക്കൊരു ആനവാലി തരുമോ? അനക്കിപ്പോ എന്തിനാ ആനവാലി? അല്ല, ഒരു ജോത്സ്യം പറഞ്ഞു ആനവാലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മണിക്കുട്ടിയെ വശീകരിക്കാണ്. കേശവാ, അന്നോടാ ചോദിക്കണത് അന്റെ വാല ഓനൊന്ന് കൊടുക്കുമെന്ന്. അല്ല, അമ്മണിക്കുട്ടീനെ വശീകരിക്കാനാണേലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ചിലപ്പം തരും. ഒന്ന് പോയി ചോദിച്ചു നോക്കാം. അന്റെ ഇങ്ങനത്തെ ഒരു ആവശ്യം ആയതുകൊണ്ടേ എന്തായാലും ഞാനൊന്ന് ചോദിച്ച് വാങ്ങിത്തരാം. എത്ര പറയാ ആനണ്ട്? കുറെ ടൈപ്പ് ആനുണ്ട്. ആ തോളി ചെന്നിങ്ങനെ നിൽക്കണ ആനല്ലേ, അതാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠല്ലേ? അതാ ആ തുമ്പിയെ കൊണ്ട് ഇങ്ങനെ ആക്കല്ലേ, അതാണ് അറക്കൽ മാധവനുണ്ടി. ഞാൻ ചോദിച്ചേ, ഡിഫറെന്റ് ടൈപ്പ് ആനുണ്ടല്ലോ. അതിലേതൊക്കെ ആനകളല്ലേ? ഇന്നത്തെ കണക്കിൽ ഇപ്പൊ പറയുകയാണെങ്കിലേ 3 ടൈപ്പ് ആനുണ്ട്. കാട്ടിലുള്ള ആന ഞങ്ങൾ കാട്ടാനാന്ന് പറയും. കാട്ടാന നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടാനാന്ന് പറയും. പിന്നെ കുട്ടി ഇങ്ങനെ തുറന്നു നോക്കിയാൽ കാണുന്ന ആന, അതിന് ഞങ്ങൾ കുയ്യാനാന്നും പറയും. അത് വലിയ ആന, ചെറിയ ആന? അത്യാവശ്യം ചെറിയ ആനയാ. അത് മറ്റേ അത്താണ്ട് പോകൂല. ഞാൻ സംശയമായിട്ട് നീ അടുത്തേക്ക് വരുന്ന പോലെ കുറച്ച്